ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു പറയുക, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു. ഇനി പറയുന്നത് ഞങ്ങളാണ്. നാളെ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സത്യയും പപ്പിയും എൻ്റെ അടുത്ത് എത്തിയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നീയൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. പറയുന്നത് ആരാണെന്നറിയാലോ? ഈ വിഷ്ണുവാണ്. വിഷ്ണു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കൊക്കെ അറിയാമല്ലോ. പപ്പിമോളെയും രോഹിത്തിനെയും കൊണ്ടേ തിരിച്ചു വരുമെന്നും പറഞ്ഞ് പോയ വിഷ്ണുവിനെ കാണുന്നില്ല. ശാരദാമ്മയും ശ്യാമയും ശാലിനിയും വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ്. ശാരദാമ്മ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദേവി, ഒരു ദിവസത്തെ പൂജ ഒന്നും അല്ലേ, ഒരു മാസത്തെ പൂജ ഞാൻ നടത്തിയേക്കാവേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ നീ എൻ്റെ അടുത്ത് ഭദ്രമായിട്ട് കൊണ്ടുവന്ന് ചേർക്കണേ. ശാലിനി പറയുക, കുട്ടികളെ വെച്ചാണമ്മേ ആ സുസ്മിത വില പേശുന്നത്. അവൾ എന്തിനും മടിക്കാത്ത ഒരു ദുഷ്ടയാണ്. കുഞ്ഞുങ്ങളെ വെച്ച് വില പേശിയാൽ നമ്മൾ എന്തിനും തയ്യാറാവുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ കുഞ്ഞേച്ചി, അവൾ ചോദിക്കുന്ന എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. എനിക്കെൻ്റെ മക്കളെ വേണം. കുഞ്ഞേച്ചി, അവരെൻ്റെ മക്കളെ ഉപദ്രവിക്കുമോ? ശ്യാമേ, മക്കളാണ് അവരുടെ ഏക ആശ്രയം. അത് വെച്ചിട്ട് വേണം അവർക്ക് കാര്യങ്ങൾ സാധിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും മക്കളെ അവർ ഒന്നും ചെയ്യില്ല. ശാരദാമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമോ എന്തോ. പോയവരെ ഒന്ന് കാണുന്നതുമില്ലല്ലോ. അവരെങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഓട്ടോ വരുന്നുണ്ട്. മക്കളും കൂടെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാവരോടും ഓടിച്ചെല്ലുമ്പോൾ വിഷ്ണുവും രോഹിത്തും മാത്രമാണുള്ളത്. കുട്ടികളെ കാണാഞ്ഞിട്ട് ശാലിനിയുടെ നെഞ്ചി പടയുവാണ്. വിഷ്ണുവേട്ട, കുട്ടികളെവിടെ? കുട്ടികളെ അവർ വിട്ടു തന്നില്ലയോ? ശാലിനി, കുട്ടികൾ അവിടെ ഇല്ല. അവർ വേറെ എവിടെയോ കുട്ടികളെ മാറ്റിയിരിക്കുവാണ്. നാളെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സിലൊക്കെ ഒപ്പിട്ടെങ്കിൽ മാത്രമേ അവർ കുട്ടികളെ തിരിച്ചു തരത്തുള്ളെന്ന്. അപ്പോൾ സുസ്മിത ബുദ്ധിപൂർവ്വം കളിക്കുവാണില്ലേ. അവൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ വിഷ്ണുവേട്ട നമുക്ക്. ശാരദാമ്മ പറയുന്നു, അവരുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടിരിക്കുമല്ലയോ, പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവരെ? ആ സമയത്ത് ശാലിനിയുടെ ഫോണിലോട്ട് അനു വിളിക്കുന്നുണ്ട്. മേഡം, ബെൻസ് എന്ന് പറഞ്ഞ ഒരാൾ സുസ്മിതയെ വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ മണിമല എസ്റ്റേറ്റിലാണെന്ന് കാണുന്നു. മണിമല എസ്റ്റേറ്റോ? അങ്ങനെയാണോ അനു? അത് കേൾക്കുമ്പോൾ രോഹിത്ത് പറയുന്നു, മണിമല എസ്റ്റേറ്റോ? അന്നെങ്കിൽ എനിക്കറിയാം. അത് സുസ്മിതയുടെയും ഉപേന്ദ്രൻ്റെയും ചന്ദ്രബോസിൻ്റെയൊക്കെ ബിസിനസ് ഡീൽസ് നടത്തുന്ന സ്ഥലമാണ് അത്. ശാലിനി, അപ്പോൾ ഇനി ഒരു സംശയം വേണ്ട, നമ്മുടെ മക്കൾ അവിടെ തന്നെ കാണും. രോഹിത്ത് പറയുന്നുണ്ട്, കുറച്ചധികം ദൂരമുണ്ട്. സ്ഥലം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് അവിടെ പോയി കുട്ടികളെ രക്ഷിക്കുകയും വേണം. ആ സമയം കൊണ്ട് ഞാൻ അവർ പറഞ്ഞ പോലെ രജിസ്റ്റർ ഓഫീസിലല്ല. വിഷ്ണു പറയുന്നുണ്ട്, ആ സമയത്തിനുള്ളിൽ മണിമലയല്ല 7 മല വേണമെങ്കിലും ഈ വിഷ്ണു ഓടി എത്തിക്കോളാം. എൻ്റെ വിഷ്ണുവേട്ടൻ ഒറ്റയ്ക്കാണോ അങ്ങോട്ട് പോകാൻ പോകുന്നത്? അവൾ ഇനി എവിടെ കൊണ്ടുപോയി നമ്മുടെ കൊച്ചുങ്ങളെ ഒളിപ്പിച്ചാലും അവിടെയൊക്കെ പറന്നെത്താൻ എൻ്റെ ഈ ഓട്ടോ ശ്രീയും ചങ്ക് കീറി ചാകുന്നവരെ കൂടെ നിൽക്കാൻ എൻ്റെ ഓട്ടോ സുഹൃത്തുക്കളും ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ശാലിനി പേടിക്കേണ്ടത്? കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ 3 ചക്രവാഹനത്തിൻ്റെ ശക്തി എന്താണെന്ന് ശാലിനിക്കറിയാവോ? എവിടെയും കൊണ്ടുചെന്നിടാനുള്ള ലൈസൻസ്, എവിടെയും കയറി ചെല്ലാനുള്ള അവകാശം, പിന്നെ കാക്കി എന്ന വസ്ത്രത്തിൻ്റെ ഒത്തൊരുമ, ഇത് മാത്രം മതി ശാലിനി എനിക്ക് ജയിച്ച് തിരിച്ചു വരാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ വിഷ്ണു കമലനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കമലൻ ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാവരെയും റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട്. അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിൽ നിന്നും പപ്പിമോളും സത്യമോളും ജനലി വഴി നോക്കുക. അവിടെ ആരെയും കാണുന്നില്ലല്ലോ പപ്പി, നമുക്ക് കതവ് തുറന്ന് നോക്കിയാലോ എന്നും പറഞ്ഞ് അവർ കതവ് തുറക്കാൻ നോക്കുമ്പോൾ ഒരു ഗുണ്ടയെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. ആഹാ, കൊള്ളാലോ, രണ്ടുപേരും കൂടെ ചേർന്ന് കതവ് തുറന്ന് പുറത്തു പോകാൻ നോക്കുമായിരുന്നോ? വേണ്ട, മര്യാദയ്ക്കൂടെ കിടന്നോണം. വേണ്ട, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം വയറ് നിറച്ച് കഴിച്ചോ, ഞങ്ങൾക്കെങ്ങും വേണ്ട. തർക്കുത്തരം പറയുന്നോ? എന്നാൽ എന്നാ കഴിപ്പിച്ചിട്ടേ ഉള്ളു കാര്യം. എന്നാ കഴിച്ചേ എന്നും പറഞ്ഞ് നിർബന്ധിക്കാൻ പപ്പിമോൾ ഒരു പഴം അങ്ങോട്ട് വാങ്ങിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉടച്ച് ഞെരടുന്നുണ്ട്. സത്യം ഇത് കാണുന്നുണ്ട്. പപ്പി ആ പഴമെല്ലാം കൂടെ ഉടച്ചത് പെട്ടെന്ന് ആ ഗുണ്ടയുടെ മുഖത്തോട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ടുപേരുടെ ഇറങ്ങി ഓടുവാണ്. നിൽക്കി പിള്ളേരെ അവിടെ, നിൽക്കടി അവിടെ എന്നും പറഞ്ഞ ഗുണ്ടകളും വേറെ 2 ഗുണ്ടകളും എല്ലാവരുടെ പുറകിനോടുവാന്ന്. പപ്പി, കല്ലെടുത്തോ, കിടക്കുന്ന കല്ലെടുത്ത് എറിഞ്ഞേരവന്മാരെ എന്ന് സത്യ പറയുന്നുണ്ട്. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കല്ലെടുക്കുമ്പോൾ അവന്മാർ പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്തങ്ങ് വെക്കുവാണ്. ഇവളുമാർ മോശക്കാരികളല്ലല്ലോ, എന്നാ എറിഞ്ഞേ കാണട്ടെ എന്നും പറഞ്ഞ് ഓടിച്ചിട്ട് അവന്മാർ വീണ്ടും കുഞ്ഞുങ്ങളെ പിടിച്ച് പൊക്കി റൂമിനകത്ത് കൊണ്ടിടുവാണ്. പല പ്രാവശ്യം നിന്നോടൊക്കെ പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കിടന്നോണെന്ന്. ഇനി ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാവോ? എന്ത് ചെയ്യും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കേൾക്കുന്നില്ല എന്ന് സത്യ തറുതല പറയുന്നുണ്ട്.
ആഹാ നീ അത്രയ്ക്കായോ എന്നും പറഞ്ഞൊരു വടിയെടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന ആ തക്കം നോക്കി വീണ്ടും സത്യം പപ്പി ഇറങ്ങി ഓടുവാണ്. ആ ഓട്ടത്തിനിടയിൽ നിന്ന് വീണ്ടും ആ ഗുണ്ടകൾ വരെ പിടിച്ച് റൂമിൽ കൊണ്ടിടുന്നുണ്ട്. സത്യാമ്മയാണെങ്കിൽ ബിസിനസ്സിൻ്റെ കണക്കൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഇപ്രാവശ്യത്തെ കളക്ഷൻ വളരെ കുറഞ്ഞു പോയല്ലോ പൊന്നി, കുറേ അധികം പൈസ കിട്ടാനുണ്ടല്ലോ. ആ സോമൻപിള്ള ഇപ്രാവശ്യവും പൈസ തന്നില്ലയോ? പൊന്നി പറയാ എൻ്റെ സത്യാമ്മയെ കാശി എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് 100 പരാതിയാണ്. ഉപ്പേരിക്ക് വേവ് പോരാ, വെളിച്ചെണ്ണയ്ക്ക് കനപ്പുണ്ട്. അയാളല്ലാതെ വേറെ ആരും എൻ്റെ സത്യാമ്മയെ ഒരു പരാതിയും നമ്മുടെ പലഹാരത്തിന് പറഞ്ഞിട്ടില്ല. അതേ കാശ് തരാതിരിക്കാനുള്ള അടവാ പൊന്നി അവൻ്റെത്. ഇനി അയാൾക്ക് നമ്മുടെ ഒരു പലഹാരവും കൊടുക്കണ്ട. ഉള്ള കച്ചവടം കുറയരുതല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തതാ സത്യാമ്മേ. പിള്ള ആ സമയത്ത് എന്തോ പറയാനായിട്ട് ധൃതി പിടിച്ചിങ്ങോട്ട് ഓടി വരുവാണ്. സത്യാമ്മേ, അന്ന് സത്യാമ്മ നൂർജഹാൻ്റെ വീട്ടിൽ വെച്ച് കണ്ടതേ അന്ന് ഇവിടുന്ന് പണം എടുത്തുകൊണ്ട് പോയവനെ തന്നെ ആയിരുന്നോ? പിന്നല്ലാതെ ഏത് പാതിരാത്രിക്ക് വിളിച്ച് ചോദിച്ചാലും എനിക്ക് അവനെ കണ്ടാലറിയാം. അതവൻ തന്നെയാ എൻ്റെ പണം എടുത്തുകൊണ്ട് പോയവൻ. എങ്കിൽ സത്യാമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ പണം ഉടനെ തിരിച്ചു കിട്ടാനൊരു വഴിയുണ്ട്. ഈ പണമെടുത്തവൻ്റെ കാര്യമേ നമ്മൾ നൂർജഹാൻ്റെ വീട്ടിൽ ആരുടെയെങ്കിലും ചെവിയിലൊന്ന് എത്തിച്ചു കഴിയുമ്പോൾ അവർ മുഖാന്തരം ആ പണമെടുത്തവൻ്റെ ചെവിയിൽ അതെത്തും. അല്ല പിള്ള എന്തുവാ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നഷ്ടപ്പെട്ട ആ പണം തിരിച്ചു കിട്ടാനായി നിയമവഴികൾ ഉണ്ടോയെന്ന് നോക്കാൻ പോവാണെന്ന് ആ വീട്ടിലെ ആരെങ്കിലും ഒന്ന് അറിയിക്കണം. കേസും വഴികളുമായിട്ടാണ് നമ്മൾ നീങ്ങുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അവിടെ തീരുമാനം എന്താണെന്നറിയാലോ. പെട്ടെന്ന് പൊന്നിയും പറയാ, അത് ശരിയാ സത്യാമ്മേ. കേസും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ അവരെ പൈസ കൊണ്ടുവന്നേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടങ്ങ് പോയാലോ. സത്യാമ്മയ്ക്ക് വീണ്ടും സംശയം. കാശൊക്കെ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് വെക്കുവോ പിള്ളേ? എന്തുവാ സത്യാമ്മ ഈ പറയുന്നത്? ആർക്കാ പോലീസിനെ പേടിയില്ലാത്തത്? കുഴപ്പമാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആരും അത് തിരിച്ചിവിടെ കൊണ്ട് വെക്കാൻ ശ്രമിക്കും. ഈ ബസ്സിനകത്തൊക്കെ മാല പൊട്ടിക്കുന്നതിൻ്റെ കാര്യം കേട്ടിട്ടില്ലയോ? പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സൂത്രത്തിൽ ആ മാല അങ്ങ് താഴെയിടും. അപ്പോൾ ആരാ മോഷ്ടിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ശരിയാ പിള്ളേ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കിയാലോ. എൻ്റെ സത്യാമ്മയെ ഒട്ടും താമസിക്കണ്ട, ഇപ്പം തന്നെ പോയി പറയണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ പൈസ എടുത്തവൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോകും. ഈശ്വര, പിള്ളയുടെ നാവ് പൊന്നാകട്ടെ. ആ പൈസ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുമായിരുന്നു. എങ്കിലേ ഞാനിനി വൈകിക്കുന്നില്ല, ഇപ്പം തന്നെ പോയൊന്ന് സൂചിപ്പിച്ചേക്കട്ടെ. പിന്നെ സത്യാമ്മ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചണം, അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ ഇത് പറഞ്ഞേക്കരുത്. വർത്തമാനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ സാവധാനത്തിൽ ഇത് വേണം അങ്ങോട്ട് സൂചിപ്പിക്കാൻ. എന്നാൽ ഞാൻ പോയിട്ട് വരാം പിള്ളേ എന്നും പറഞ്ഞ് സത്യാമ്മ പോകുന്നുണ്ട്. എളുപ്പം തന്നെ ചെല്ല്, സമയം ഒട്ടും കളയണ്ട എന്നും പറഞ്ഞ് പിള്ള ധൃതി പിടിക്കുന്നുണ്ട്. എന്തോ ദുരുദ്ദേശം ഇതിനകത്തുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. സത്യാമ്മ അങ്ങനെ അവിടെ നിന്ന് നടന്നു പോകുന്ന കണ്ടിട്ട് പെട്ടെന്ന് പിള്ളച്ചേട്ടൻ ഫോണെടുത്ത് ശാലിനിയെ വിളിക്കുവാണ്. ഒരു തരത്തിൽ സത്യാമ്മ ഞാൻ ഇവിടെ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ശാലിനി കുഞ്ഞോട്ട് വരണേ, ഞാനിപ്പോൾ ഉടനെ തന്നെ എത്തും പിള്ളച്ചേട്ട എന്ന് ശാലിനിയും പറയുന്നുണ്ട്. വേഗം വരണേ കുഞ്ഞെ, ഒട്ടും സമയം കളയല്ലേ, സത്യാമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് കൂടെ എത്തിയിരിക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ശാലിനി തൻ്റെ പിള്ളച്ചേട്ടൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഒന്ന് അകത്തോട്ട് എളുപ്പം വാ മോളെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് രാഘവേട്ടൻ വരുന്നുണ്ട്. ആ മോളൊരു അറിയിപ്പുമില്ലാതാണല്ലോ ഇങ്ങോട്ട് വന്നത്. അച്ഛാ, അതിപ്പോൾ വിളിച്ച് പറഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിലല്ലച്ചാ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാ മോളെ നിന്നെ? എല്ലാവരും വെറുക്കുന്ന രീതിയിൽ തോറ്റുപോയ ഒരാളാണ് ഞാൻ. കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. അത് ഞാൻ നിങ്ങൾക്കാർക്ക് ഒട്ടി തരാനൊട്ട് ഉദ്ദേശിക്കുന്നതും ഇല്ല. അച്ഛാ, അതൊന്നുമല്ല, പ്ലീസ് അച്ഛൻ എന്നോടൊപ്പം ഒന്ന് വരാൻ പറ്റുമോ? അച്ഛനെ ഞാനിവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കാം. അയ്യോ മോളെ, അപ്പോൾ ഫാമി അറിഞ്ഞാൽ? അച്ഛാ, അത് അറിയുമ്പോഴല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരത്തിനായിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അച്ഛാ, എൻ്റെ അച്ഛൻ ഇനി ആരുടെയും മുന്നിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള ഉറപ്പ് ഈ യാത്രയിൽ ഞാൻ എൻ്റെ അച്ഛന് മേടിച്ച് തന്നിരിക്കും. മോളെ, അത് അച്ഛാ പ്ലീസ് അച്ഛാ, അച്ഛൻ വന്നേ പറ്റത്തുള്ളൂ. എൻ്റെ മോള് വിളിച്ചതല്ലേ, ഞാൻ കൂടെ വരാം. എടോ പിള്ളേ, എൻ്റെ ജുബ ഇങ്ങെടുത്ത് ഞാൻ എൻ്റെ മോളോടൊന്ന് പോയിട്ട് വരട്ടെ. ശാലിനി പൊന്നിയോട് പറയുന്നത് സത്യാമ്മ വന്ന് ചോദിച്ചാൽ ഞാൻ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല മോളെ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? അച്ഛാ, ഞാൻ പറഞ്ഞില്ലയോ, വളരെ കുഴപ്പം നിറഞ്ഞ ഒരു പാതയെ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യയും പപ്പിയും പോലും ഇപ്പോൾ അവരുടെ കൈകളിലാണ്. അയ്യോ മോളെ, അതെങ്ങനെയാ? അതൊക്കെ ഞാൻ അച്ഛനോട് വിശദമായിട്ട് പറയാം. നമ്മളിപ്പോൾ പോകുന്നത് വലിയ ഒരു ലക്ഷ്യം നിറവേറ്റാനാണ് അച്ഛാ. അത് നടന്നു കഴിഞ്ഞാൽ പിന്നാലെ എല്ലാം നടക്കും. അതിനിടയ്ക്ക് പപ്പിമോളും സത്യമോളും വീണ്ടും അവരുടെ കണ്ണ് വെട്ടിച്ച് ഓടി മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടുന്ന് അവരെ വീണ്ടും ആ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ആ ബെൻസിന് ദേഷ്യം വന്നിട്ട് പപ്പിമോളെ സത്യമോളെ അടിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇനി ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അടിച്ച് രണ്ടിനെയും കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. പപ്പി പറയുക, ഞങ്ങളെ രക്ഷിക്കാനേ ഞങ്ങളുടെ വിഷ്ണു അച്ഛനിങ്ങ് വരും. വിഷ്ണുവോ പരമേശ്വരനോ ആര് വേണമെങ്കിലും വരട്ടെ. ഇതേ ബെൻസിൻ്റെ തടവറയാ, അറിയാവോ? ബെൻസിൻ്റെ താവളം. ഇതിൽ വന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകാനേ ആണൊരുത്തൻ വരുമെന്ന് പറഞ്ഞെങ്കിലേ അവനെ എനിക്കൊന്ന് കാണണം. നമ്മുടെ വിഷ്ണുവും കമലനും അങ്ങനെ കുറേ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരുടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ലൈനായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ഓട്ടോക്കാർക്ക് ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് ആർക്കും ഒരു അതിരുവരമ്പുകളില്ലാതെ അവരെല്ലാവരും ചേർന്ന് സഹായിച്ചിരിക്കും ആശാനെ. ഞങ്ങളുടെ കട്ട ആത്മാർത്ഥത ഇന്ന് എന്താണെന്ന് അവന്മാരറിയൂ ആശാനെ. കേരളത്തിലെ ഓട്ടോക്കാരുടെ ശക്തി എന്താണെന്ന് അറിയിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ കമലൻ പറയുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാർ തമ്മിൽ പറയുന്നുണ്ട്, ഇന്ന് ഇടികൊണ്ടുള്ള തൃശ്ശൂർ പൂരമാണ്. അവന്മാരിനി ആരോടും ഇങ്ങനെ കാണിക്കരുത്. ഒരു കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോകാൻ അവന്മാരിനി ശ്രമിക്കരുത്. അതിനുള്ള പൂരമായിരിക്കണമെന്ന് നമുക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. പപ്പിമോളെ സങ്കടത്തോടെ ചോദിക്കുന്നു, സത്യ നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ലയോ? വരും പപ്പി, അച്ഛൻ വരും, തീർച്ചയായിട്ടും വരും അച്ഛൻ. രാവിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഉപേന്ദ്രനും സുസ്മിതയും ഇങ്ങനെ വന്ന് കാത്തിരിക്കുവാണ്. സുസ്മിതയുടെ മനസ്സിലൊരു ടെൻഷനൊക്കെ ഉണ്ട്, എന്താകും? കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ശാലിനിയും വിഷ്ണുവാണല്ലോ. സുസ്മിത ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ഉപേന്ദ്രൻ പറയുന്നത്, എൻ്റെ സുസ്മിത, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, നിൻ്റെ ഈ ഭാവം കണ്ടിട്ട് എനിക്കും ടെൻഷൻ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് സുസ്മിതയുടെ ഫോണിലോട്ട് ചന്ദ്രബോസ് വിളിക്കുന്നത്, നിങ്ങളവിടെ എത്തിയോ? ഉപേന്ദ്രൻ കൂടെ ഉണ്ടല്ലോ. ആ രജിസ്ട്രാർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, ഒരു രീതിയിലും അടുക്കത്തില്ല. പക്ഷേ ആ പിയൂണുണ്ടല്ലോ, അവൻ നമ്മുടെ ആളാണ്. അവനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏതോ ആൾമാറാട്ടം നടത്തി കള്ള ആധാരം നടത്താൻ ശ്രമം നടത്തിയെന്നൊക്കെയുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് നടക്കുന്നത്. ആ സമയത്ത് ഒരു കാറിൽ രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, അവൻ എത്തിയിട്ടുണ്ട് ആ രോഹിത്ത്. അവനെ കൊണ്ടെല്ലാം എഴുതി മേടിച്ചതിന് ശേഷം അവനിട്ടൊരു നല്ല പണി നമുക്ക് കൊടുക്കണം. നമ്മളെ വഞ്ചിച്ചവരാരും നമ്മുടെ മുന്നിൽ കൂടെ നട്ടല് നിവർത്തി അങ്ങനെ നടക്കണ്ട. ഒരു പഴുതുമില്ലാതെ വേണം കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. കളക്ടർ മാഡം വന്നില്ലയോ? ഇതുവരെ വന്നിട്ടില്ല ചിറ്റപ്പ. അവൾ വരും, വരാതിരിക്കില്ല. കാഞ്ഞ ബുദ്ധി അവൾക്ക്. എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാതെ കാര്യങ്ങൾ നീക്കണമെന്നാണ് ഞാൻ നിന്നോട് സൂചിപ്പിക്കുന്നത്. എന്നാൽ പിന്നെ ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഉപേന്ദ്രൻ ചോദിക്കുന്ന, ചന്ദ്രബോസ് ഇത് എവിടെയാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൂടെ? അത് എന്തോ ഒഫീഷ്യൽ മീറ്റിങ്ങിലാണെന്ന്. അപ്പോഴവിടുത്തെ പ്യൂൺ അങ്ങോട്ട് വരുന്നുണ്ട്. ഉപേന്ദ്രൻ ചോദിക്കുന്ന, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, പക്ഷേ ഓക്കെ അല്ലാത്ത ഒരു കാര്യമുണ്ട്, അത് ഇവിടുത്തെ സാറ് മാത്രമാണ്. ഭയങ്കര കണിശക്കാരനാണല്ലേ? ജോലിയോട് ഇത്തിരി ആത്മാർത്ഥത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ എഴുതി മേടിക്കുന്നവനും സ്ഥലത്തുണ്ടെങ്കിൽ സ്പോട്ടിലുണ്ടാകണമെന്നൊക്കെ ഇങ്ങനെ വാദിക്കേണ്ട കാര്യമുണ്ടോ? ചെറിയൊരു തമ്പ് ഇംപ്രഷൻ്റെ കാര്യമേ ഉള്ളൂ. അതും ആധാർ നോക്കി ആളെ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമേ പുള്ളിക്കാരൻ സമ്മതിക്കത്തുള്ളൂ. ഇതിനു മുമ്പേ ഇവിടെ ഒരു കള്ളക്കളി നടന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത്രയും സ്ട്രിക്റ്റ് ആയത്. അപ്പോൾ എന്നെയും വിളിക്കുമായിരിക്കും ഇല്ലേ? എഴുതി വാങ്ങിക്കുന്ന ആളല്ലേ? അതെ, ഞാൻ ഉപേന്ദ്രനാണ്. എൻ്റെ പേരിലാണ് എഴുതി മേടിക്കുന്നത്. വിളിക്കും. അപ്പോൾ ആധാർ കാർഡ് അടക്കം എല്ലാ കാര്യങ്ങളും അരിച്ചു പെറുക്കി നോക്കും കേട്ടോ. ആദ്യം എഴുതി തരുന്ന ആളിനെ വിളിക്കട്ടെ. രോഹിത്താണല്ലേ? അപ്പോൾ രോഹിത് അകത്തോട്ട് വന്നോളൂ എന്നും പറഞ്ഞ് രോഹിത്തിനെ വിളിക്കുമ്പോൾ രോഹിത് അകത്തോട്ട് പോകുന്നുണ്ട്. സുസ്മിത വീണ്ടും ഉപേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ആധാർ കാർഡും ഐഡൻറ്റി കാർഡൊക്കെ എല്ലാം ഉണ്ട്? എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അല്ല, നമ്മുടെ കൊച്ചമ്മ, കളക്ടർ കൊച്ചമ്മ ഇതുവരെ വന്നില്ലല്ലോ. ഉപേന്ദ്രൻ പറയാ, ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഈ മുതലേ വീണ്ടും വീണ്ടും നഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ട് നിൽക്കാനൊരു സുഖമില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ അമിത ആത്മവിശ്വാസത്തിൽ സുസ്മിതയും ഉപേന്ദ്രനും ചന്ദ്രബോസും അങ്ങനെ ഇരിക്കുവാണ്. മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന പഴഞ്ചൊല്ല് പോലെ നമ്മുടെ സുസ്മിത രാഘവേട്ടനെയും കൊണ്ടുവന്ന് രോഹിത് രാഘവേട്ടൻ്റെ പേരിലോട്ട് അത് എഴുതി കൊടുക്കുകയും ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ട അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ നമ്മുടെ ഉപേന്ദ്രൻ ഇങ്ങനെ വായുമ്പോളന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂ ഒക്കെ കാണാനായിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.